പരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മുത്തശ്ശൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവന്തികയും അനിയുമായിട്ടുള്ള ആ ഒരു വിവാഹ നിശ്ചയം തീരുമാനിച്ചു കഴിഞ്ഞു. തീരുമാനം കേട്ട് ഒരു നിമിഷം അനി ഞെട്ടിത്തെറിച്ചു പോയി. അവൻ പെട്ടെന്ന് തലയുയർത്തി മുത്തശ്ശനെ നോക്കി. ആ കണ്ണുകളിൽ അവിശ്വാസവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു നിന്നു. മുത്തശ്ശ, ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. അവന്തികയെ ഞാൻ ഇന്നുവരെ അങ്ങനെ ഒരു കണ്ണിലൂടെ കണ്ടിട്ടില്ല. എനിക്കത് കഴിയില്ല മുത്തശ്ശ. അനിയുടെ ശബ്ദമുയർന്നു. മുത്തശ്ശൻ മുഖം ചുവന്നു. അനി, നീ ആരോടായി സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. ഇതൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. ഈ വീട്ടിൽ ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നടക്കുന്ന നിശ്ചയത്തിൽ നീ പങ്കെടുത്തേ തീരൂ. അതെങ്ങനെയാ അവന് പങ്കെടുക്കാൻ കഴിയാ? ജാനകി ഇടം കണ്ടിട്ട് അനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവന്റെ മനസ്സ് മുഴുവൻ ആ പോലീസുകാരി നന്ദുവല്ലേ. അവൾക്ക് വേണ്ടിയിട്ടില്ലേ അവൻ ഈ കിടന്ന് തിളക്കുന്നത്? അനി ജാനകിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അവരെല്ലാവരും കൂടി തന്നെ എങ്ങനെ ഒറ്റപ്പെടുത്തുകയാണ് എന്ന് അവന് തോന്നി. അതിനെയും വരെ അവനെ ഉപദേശിച്ചതാ മുത്തശ്ശ. എന്നിട്ടും അവൻ കേൾക്കുന്നില്ല. ജാനകി വീണ്ടും എഴുതിയിൽ എണ്ണ ഒഴിച്ചു. അത് കേട്ട് മുത്തശ്ശന്റെ ഭാവം വീണ്ടും മാറി. അതിന് അവന്റെ ഉപദേശം കൊടുക്കാൻ ആദർശനെയും നയനെയും ആരാ ഏൽപ്പിച്ചത്? ഈ വീട്ടിൽ നിന്ന് പുറത്തായവരാണ് അവർ ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും അടുപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അങ്ങനെയുള്ളിടത്ത് നീ എന്തിനാ ജാനകി അവരെ വിവരം അറിയിക്കാൻ പോയത്? മുത്തശ്ശന്റെ വാക്കുകൾ അനിയുടെ ഹൃദയത്തിലാണ് കൊണ്ടത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും മുത്തശ്ശൻ അകറ്റി നിർത്തുന്നു. വലിയൊരു ശ്വാസം എടുത്തുകൊണ്ട് ദേഷ്യവും സങ്കടവും അടക്കാനാവാതെ അനി അവിടെ നിന്നും പുറത്തേക്ക് പോയി. അവന്റെ മനസ്സിൽ ഒരൊറ്റ രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നന്ദു. നഗരത്തിലെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് ഒരു മരത്തിൽ അനിയെ കാത്തു നിൽക്കുമായിരുന്നു നന്ദു. അവളുടെ മുഖത്ത് വല്ലാത്ത ക്ഷീണം പടർന്നിരുന്നു. കനകദുർഗ ഇതിനോടകം തന്നെ അവൾക്ക് കർശനമായ താക്കീത് നൽകിയിരുന്നു. അവന്തികയുടെയും അനിയുടെയും കല്യാണം ഉറപ്പിച്ചിരിക്കുക. നീ ആയിട്ട് ഇനി അതിനൊരു തടസ്സമാവരുത് എന്ന്. ആ വാക്കുകൾ നന്ദുവിന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അനിയുടെ കാറ് വന്നു നിന്നപ്പോൾ അവൾ പതിയെ അവിടെ നിന്ന് നടന്നു. കാറിൽ നിന്നിറങ്ങി അനിയുടെ കണ്ണുകൾ ചുവന്നിരുന്നു. നന്ദു, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണല്ലോ. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് ദയനീയമായി പറഞ്ഞു. നീ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. നന്ദു അവനെ വേദനയോടുകൂടെ നോക്കി. എന്താ അനി, ഞാൻ എന്ത് തീരുമാനം എടുക്കേണ്ടത്? നിനക്കറിയാമോ, അടുത്ത ആഴ്ച എന്റെ വിവാഹ നിശ്ചയം മുത്തശ്ശൻ തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് എതിർക്കാവുന്നതിന് പരമാവധി ഞാൻ എതിർത്തു. പക്ഷേ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. മുത്തശ്ശന്റെ നിർബന്ധം. എങ്ങനെയെങ്കിലും ആ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ അവന്തികയെ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വരും നന്ദു. നിന്നെ അല്ലാതെ മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. അനിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. നന്ദു ഒരു നിമിഷം കണ്ണടച്ചു. ഉള്ളിലെ സങ്കടം പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ പാടുപെട്ടു. അനി, നീ എന്താ ഈ പറയുന്നത്? എൻ്റെ വീട്ടിലും അമ്മ എന്നോട് ഇതേപ്പറ്റി സംസാരിച്ചു. നീ ആയിട്ടൊരു തടസ്സമായി നിൽക്കുന്നതെന്ന് അമ്മ പറഞ്ഞത്. നിനക്ക് അവൻ്റെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടല്ലേ നീ ഇങ്ങനെ പറയുന്നത്? അല്ലാതെ ഇതിൽ വേറെന്താ ഞാൻ ചെയ്യേണ്ടത്? ആ വിവാഹം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാനത് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അനി. അനി ഞെട്ടലോടുകൂടെ അവളെ നോക്കി. ഓ, അപ്പോ നീ നൈസായിട്ട് എന്നെ അങ്ങ് ഒഴിവാക്കി കൈയൊഴുകുകയാണല്ലേ? ഞാനും അവധിക്കും തമ്മിലുള്ള കല്യാണം നടക്കുന്നതിൽ നിനക്ക് സന്തോഷമേ ഉള്ളൂ അല്ലേ? നന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. നീ എന്നെ മനസ്സിലാവാതെ സംസാരിക്കുകയാണോ അനി? ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിന്റെ കൂടെ ഒളിച്ചോടി വരാൻ പറ്റുന്ന അവസ്ഥയിലാണോ ഞാന്? അതെന്താ നിനക്ക് വന്നാ? നമ്മൾ രണ്ടുപേരും പ്രായപൂർത്തിയായവരല്ലേ. എനിക്കൊപ്പം നിനക്ക് ഇറങ്ങി വന്നൂടെ? അനിയുടെ ശബ്ദത്തിൽ ദേഷ്യവും നിരാശയും കലർന്നിരുന്നു. എങ്ങനെ വരാനാനി? നന്ദു പൊട്ടിത്തെറിച്ചു പോയി. നിനക്ക് അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെങ്ങനെ ഒളിച്ചോടി നിയമപരമായി കല്യാണം എങ്ങനെ കഴിക്കും? ഞാനൊരു പോലീസുകാരിയാണ്. അതെനിക്ക് മറക്കാൻ പറ്റുമോ? പോരാത്തതിന് എൻ്റെ ചേച്ചിമാരുടെ അവസ്ഥ നിനക്കറിയാലോ. അവർ അനന്തപുരിയിലെ മരുമക്കളാ. ഞാൻ അവിടെ മരുമകളായി വന്ന ആർക്കും അത് താല്പര്യമില്ല. അവരുടെയൊക്കെ ജീവിതം തകർത്തിട്ട് ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരണമെന്നാണോ നീ ഈ പറയുന്നത്? എനിക്കതിന് കഴിയില്ല അനി. നിന്റെ ഒരു നിയമം. അനി ദേഷ്യത്തോടെ കൈവീശി. ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ മുത്തശ്ശൻ അവന്തികയുമായിട്ടുള്ള എൻഗേജ്മെന്റ് നടത്തുന്നത്? അതൊരു കുരുക്കല്ലേ നന്ദു? അതൊരു നിശ്ചയമല്ലേ അനി? അത് നടക്കട്ടെ. അനാമിക നിനക്ക് ഡിവോഴ്സ് തരാതെ വിവാഹം നടക്കില്ലല്ലോ. നീ ഇതിന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. നന്ദു അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഓ, അപ്പോൾ ഞാൻ അവന്തികയുടെ വിരലിൽ മോതിരം ഇട്ടുകൊടുത്ത് അവൾക്ക് ആശയം കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കണമെന്നാണോ നീ ഈ പറയുന്നത്? നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ പകുതി കല്യാണം കഴിഞ്ഞതുപോലെയാ. മുത്തശ്ശനും വീട്ടുകാരെയും വെറുപ്പിച്ച് എന്തെങ്കിലും കടുകം ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നന്ദു ഭയത്തോടെ അനിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. എൻ്റെ പൊന്നനി, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ ഒരു പ്രശ്നവും ഉണ്ടാക്കരുത്. നമ്മൾ തമ്മിൽ ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാവുന്നതല്ലേ. ദൈവനിശ്ചയമുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് നീ മനസ്സിലാക്കാൻ ശ്രമിക്കാനീ. അനി അവളുടെ കൈകളൊക്കെ തട്ടിമാറ്റി. അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു വെറുപ്പ് നിറഞ്ഞു നിന്നു. നീയും എന്നെ മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല. എല്ലാവരും കൂടി എന്നെ ചതിക്കുവാണ്. ഇനി എനിക്ക് നിന്നെ കാണുകയും വേണ്ട, സംസാരിക്കുകയും വേണ്ട. ആരും എനിക്ക് സപ്പോർട്ടില്ല. എല്ലാം മനസ്സിലാകുമെന്ന് വിചാരിച്ച ആദർശേട്ടനും നയനേച്ചി വരെ എന്നെ എതിർക്കുവാണ്. ഇനി വരുന്നത് പോലെ വരട്ടെ. അനി പിണങ്ങി പോവാതെ ഞാൻ പറയുന്നത് ഈ ഒന്ന് കേൾക്ക്. നന്ദു വിളിച്ചു പറഞ്ഞുവെങ്കിലും അനി അതൊന്നും തന്നെ തിരിഞ്ഞു നോക്കാതെ വണ്ടിയിൽ കയറി വേഗത്തിൽ അവിടെ നിന്നും പോയി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു.
പിന്നീട് കാണിക്കുന്ന നവീന്റെ വീടായിരിക്കും. അവന്റെ അമ്മ വല്ലാത്ത നിരാശയോടാണ് അനന്തപുരി വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ആവട്ടെ, അമ്മ നെടുവീർപ്പിട്ടു. ആ അവന്തികയെ ഇവനൊന്ന് ആലോചിച്ചതാ. ഇവൻ അതിനുള്ള എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അനന്തപുരിയിൽ നിന്ന് തന്നെ ആ കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാണെങ്കിൽ എനിക്ക് യോജിച്ചൊരു മരുമോളായനെ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവന്റെ മനസ്സിൽ വേറൊരു കുട്ടി കയറി കൂടിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നവീന്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം പുകയുന്നുണ്ടായിരുന്നു. അനിയുടെയും അവന്തികയുടെയും വിവാഹം ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നന്ദുവിനെ തനിക്ക് സ്വന്തമാക്കാലോ. അവൻ ആഹ്ലാദം പുറത്തേക്ക് കാണിക്കാതെ അമ്മയോട് പറഞ്ഞു, അമ്മേ, അനി എൻ്റെ ഫ്രണ്ടാണ്. അവൻ അവന്തികയെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന്. അവളല്ലാതെ വേറെ ആരെയും ഞാൻ കല്യാണം കഴിക്കില്ല. ആ പോലീസുകാരെയോ മറ്റോ ആണോ നീ പറയുന്നത്? എനിക്ക് പോലീസുകാരെയും വക്കീലുമാരെയും ഒക്കെ വലിയ താല്പര്യമില്ലെന്ന് നിനക്കറിയാമല്ലോ. നോക്കട്ടെ, എനിക്കിഷ്ടപ്പെട്ട നടത്താം, ഇല്ലെങ്കിൽ നടക്കില്ല എന്ന് അമ്മ തീർത്തും പറഞ്ഞു. അമ്മയെ ചിരിച്ചുകൊണ്ട് തന്നെ നോക്കി നവീൻ പുറത്തേക്ക് നടക്കുകയാണ്. അപ്പോഴാണ് അനിയുടെ ഫോൺ കോൾ വരുന്നത്. നവീനെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. പെട്ടെന്ന് ആ റെസ്റ്റോറൻറ്റിലേക്ക് നീ ഒന്ന് വായോ. റെസ്റ്റോറൻറ്റിൽ എത്തുമ്പോൾ അനി ആകെ തകർന്നിരുന്നു. നവീൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു, കൺഗ്രാചുലേഷൻ അനി, നിന്റെ നിശ്ചയം ഉറപ്പിച്ചെന്ന് കേട്ടല്ലോ അവന്തികയുമായിട്ട്. അനാമികയെ പോലെയല്ല, അവൾ നല്ലൊരു കുട്ടിയാ. നിന്റെ ജീവിതം സൂപ്പറായിരിക്കും. അന്നേരം അനി അവനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. എന്നിട്ട്, നിനക്ക് അവളെ ആലോചന വന്നപ്പോൾ നീ എന്താ കെട്ടാതിരുന്നത്? നിനക്ക് നിന്റെ ജീവിതം സൂപ്പറാക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കും. അത് പിന്നെ എൻ്റെ മനസ്സിൽ നന്ദു ഉള്ളത് കൊണ്ടാണെന്ന് നിനക്കറിയാമല്ലോ. നവീൻ ഒരു നിമിഷമങ്ങ് പതറി. എൻ്റെ പൊന്നു നവീനെ, നീ ഒന്നും മിണ്ടാതിരിക്ക്. അനി തലക്ക് കൈ കൊടുത്തു. എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം. ഒരു സഹോദരിയെ പോലെ കണ്ടവളെ പെട്ടെന്നൊരു ദിവസം ഭാര്യയാക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഈ കല്യാണം മുടക്കാൻ നീ എന്നെ സഹായിക്കണം. നവീൻ പുരുകം ചുളിച്ചു. ഞാനെങ്ങനെ സഹായിക്കാനാനി? നീ പോയി അനാമികയോട് സംസാരിക്കണം. അനി പറഞ്ഞു. അവളോട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ പറ. നിയമപരമായി അവൾ ഇപ്പോഴും എൻ്റെ ഭാര്യയല്ലേ. അവൾ ഡിവേഴ്സ് തരില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കല്യാണം നടക്കില്ല. ഡിവേഴ്സ് നീണ്ടുപോയാലും എനിക്ക് കുഴപ്പമില്ല നവീനെ. നവീന്റെ ചുണ്ടിൽ ഒരു വക്രച്ചിരി വിടർന്നു. ആഹാ, ഡിവേഴ്സ് നീണ്ടുപോയാലും കുഴപ്പമില്ല അല്ലേ? കഴിഞ്ഞ ആഴ്ച വരെ അത് പെട്ടെന്ന് കിട്ടണമെന്നായിരുന്നല്ലോ നീ പറഞ്ഞത്. ശരി, ഞാൻ അനാമികയോട് സംസാരിച്ചു നോക്കാം. അവിടെ നിന്നും ഇറങ്ങിയ നവീന് നേരെ പോയത് അനാമികയെ കാണാനാണ്. അനാമിക അവിടെ കണ്ടപാടെ അങ്ങ് പൊട്ടിത്തെറിച്ചു. അവന്റെ നിശ്ചയം ഉറപ്പിക്കാൻ അനന്തപുരിക്കാർക്ക് ആരാ അധികാരം കൊടുത്തത്? ഞാൻ ഇതുവരെ ഡിവേഴ്സ് കൊടുത്തിട്ടില്ലല്ലോ. ആ, അതൊക്കെ ശരിയാണ് അനാമിക. നവീന് പതുക്കെ തന്ത്രം പുറത്തെടുത്തു. പക്ഷേ കോമ്പൻസേഷൻ കിട്ടിയാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സൈൻ ചെയ്ത് കൊടുക്കില്ലേ? നിങ്ങൾക്ക് UK പോയി പുതിയ ജീവിതം തുടങ്ങാനുള്ളതല്ലേ? അതെ, പണം കിട്ടിയാൽ ഞാൻ ഈ നരകത്തിൽ നിന്നും പോവും, അനാമിക ദേഷ്യത്തോടെ പറഞ്ഞു. അതുപോട്ടെ, നിങ്ങളും അനിയും തമ്മിലുള്ള ബന്ധം തകരാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നവീൻ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ചോദിച്ചു. അവന്റെ മനസ്സിൽ ആ നന്ദുവായിരുന്നു. അതെ, അവളാണ് എൻ്റെ ശത്രു, അനാമിക പല്ലിറുമിക്കൊണ്ട് പറഞ്ഞു. അവളുള്ളത് കൊണ്ടാണ് അവൻ എന്നെ ഉപേക്ഷിച്ചത്. അനന്തപുരിയിലെ മരുമകൾ എന്ന പദവി ഞാൻ ആസ്വദിച്ചു തുടങ്ങിയായിരുന്നു. അവളാണ് എല്ലാം നശിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ അനാമികക്ക് അവരൊന്ന് ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ താല്പര്യമുണ്ടോ? നവീന് ചോദിച്ചു. ഒരിക്കലുമില്ല, അവരൊരിക്കലും ഒരുമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ കേട്ടോ, അനിക്ക് അവന്തികയെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. അവന്റെ മനസ്സിലിപ്പോഴും നന്ദുവാണ്. വീട്ടുകാർ അവന്തികയെ അവന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. നിങ്ങൾ അവന്തികയുടെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കരുത്. അനിയും അവന്തികയും തമ്മിലുള്ള ആ ഒരു കല്യാണം നടക്കട്ടെ. ഇഷ്ടമില്ലാത്ത പെണ്ണിന്റെ കൂടെ അവൻ നരകിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്കൊന്ന് പ്രതികാരമാകില്ലേ? നിശ്ചയമൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഡിവോഴ്സ് കൊടുത്ത് അവരുടെ കല്യാണം നടത്തി കൊടുക്കണം. നന്ദുവിനെ ഒഴിവാക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. അനാമികയുടെ മുഖത്ത് ക്രൂരമായൊരു ചിരി വിരിഞ്ഞു. അതെ, അത് മതി. ഇഷ്ടമില്ലാത്തവളോടൊപ്പം അവൻ ഇങ്ങനെ ജീവിച്ച് നരകിക്കണം. നന്ദുവിനൊരിക്കലും അവനെ കിട്ടുകയും ചെയ്യരുത്. ഞാൻ ഡിവോഴ്സ് കൊടുക്കാം. അവരുടെ കല്യാണം നടക്കട്ടെ. ഒരു വില്ലന്റെ പൂർണ്ണതയോടുകൂടി നവീൻ അവിടെ നിന്നും ഇറങ്ങി. അവന് നന്ദുവിനെ വേണം. അനിയുടെ ജീവിതം എന്തായാലും അവന്റെ പ്രശ്നമല്ല. ഇതേസമയം നഗരത്തിലെ ഒരു ഇരുണ്ട മുറി. അവിടെ നാഗേന്ദ്രനും അഭിയും പിന്നെ അവന്തികയും ഇരിക്കുന്നുണ്ടായിരുന്നു. അനന്തപുരിയിൽ എല്ലാവർക്കും പ്രിയങ്കരനായ പാവം പെൺകുട്ടിയായി അഭിനയിക്കുന്ന അവന്തികയുടെ മുഖത്തിപ്പോ വല്ലാത്തൊരു ക്രൂരത നേടിച്ചു. അച്ഛാ, അവന്തിക നാഗേന്ദ്രനെ നോക്കി വിളിച്ചു. അതെ, അവൾ നാഗേന്ദ്രന്റെ സ്വന്തം രക്തമാണ്. അനന്തപുരിയിലെ തകർക്കാൻ നാഗേന്ദ്രൻ ഒരുക്കിവെച്ച ഏറ്റവും മൂർച്ചയുള്ള ആയുധം. എന്റെ വിവാഹം അടുത്ത ആഴ്ച ഉറപ്പിച്ചിരിക്കുകയാണച്ചാ. അവന്തികയുടെ ചുണ്ടിൽ പരിഹാസച്ചിരി വിതർന്നു. മുത്തശ്ശന്റെ നിർബന്ധം കാരണമാണ് അനി സമ്മതിച്ചത്. അനി എന്തൊക്കെയോ ഒഴിവുകഴിവുകൾ പറഞ്ഞു മാറാൻ നോക്കി. പക്ഷേ അനന്തമൂർത്തിയുടെ വാക്കിനു മുന്നിൽ അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. നാഗേന്ദ്രൻ ഉറക്കെ ചിരിച്ചു. നമ്മൾ ആ അനന്തമൂർത്തിയെ ശരിക്കും അങ്ങ് കുരങ്ങ് കളിപ്പിക്കുകയാണല്ലോ. അയാൾ വിചാരിച്ചിരിക്കുന്നത് കൊച്ചുമോന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നാ. നീ ഇപ്പോഴും അയാളുടെ കൊച്ചുമോളായിട്ടല്ലേ അവിടെ നിൽക്കുന്നത്? അതേ അച്ഛാ, അവന്തിക ചിരിച്ചു. ഏട്ടനോട് എനിക്ക് ദേഷ്യമാണെന്നാ അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും അനന്തപുരിക്കാർക്കൊപ്പമാണ് അവർ വിശ്വസിച്ചിരിക്കുന്നു. അനിയുടെ ജീവിതം രക്ഷപ്പെടുത്താനാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് അവർ കരുതുന്നത്. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് കല്യാണം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും. എടി അവന്തികയെ, അഭി ഇടക്ക് കയറി പറഞ്ഞു. അനിയുടെ മനസ്സിൽ ആ നന്ദുവാണ്. അവളെ നീ ഒഴിവാക്കിയില്ല എങ്കിൽ നിന്റെ ജീവിതം കട്ടപ്പുകയായിരിക്കും. അനാമിക അനുഭവിച്ചതിനേക്കാൾ നീ അവിടെ അനുഭവിക്കേണ്ടി വരും.
എടാ അബി, നീ അവളെങ്ങനെ ശപിക്കാതെ. നാഗേന്ദ്രൻ കൈയുയർത്തി. അവളുടെ നിശ്ചയം നടക്കട്ടെ. നന്ദുവിനെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവൾ കാരണം എനിക്കുണ്ടായ കോടികളുടെ നഷ്ടം ഞാൻ മറന്നിട്ടില്ല. എന്റെ മോളുടെ ജീവിതത്തിൽ അവൾ ഒരു ബാധ്യതയായി വന്ന പിന്നെ അവളെ ഈ ഭൂമിക്ക് മീതെ ഞാൻ വെച്ചേക്കില്ല. അവന്തിക സന്തോഷത്തോടെ നാഗേന്ദ്രന്റെ കൈകൾ പിടിച്ചു. അച്ഛ, എനിക്കൊരു കാര്യം പോയാൽ പറയാനുള്ളൂ. എന്റെ വിവാഹ നിശ്ചയത്തിന് അച്ഛൻ അവിടെ വരണം. ഞാനോ? നാഗേന്ദ്രൻ ചിരിച്ചു. നിശ്ചയത്തിനൊന്നും അച്ഛൻ വരില്ല മോളെ. അനന്തമൂർത്തി, അതൊക്കെ ഭംഗിയായിട്ടെന്നെ നടക്കട്ടെ. നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ അനി നിന്റെ കൈവെള്ളയിലായിരിക്കും. പക്ഷേ മോളെ, നിന്റെ കല്യാണത്തിന് ഒന്നാം സ്ഥാനത്ത് ഈ അച്ഛനുണ്ടാവും. അന്ന് അനന്തമൂർത്തി എന്റെ പുറകിലേ നിൽക്കൂ. അയാളെ ഞാൻ ആ വേദിയിൽ അടുപ്പിക്ക പോലുമില്ല. നിന്റെ കൈകൾ പിടിച്ച് അനിയുടെ കൈയിൽ വെച്ചു കൊടുക്കുന്നത് ഈ നാഗേന്ദ്രനായിരിക്കും. ഇതൊരച്ഛന്റെ വാക്കാണ്. അവന്തികയുടെ കണ്ണുകളിൽ വിജയാഹ്ലാദം മിന്നിമറഞ്ഞു. അനന്തപുരിയുടെ സർവനാശം അവൾ സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. ഇതേ സമയം അനിയുടെ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ അനന്തപുരിയിൽ തകൃതിയായി നടക്കുമ്പോഴും അവിടെ നിന്നും പടയിറങ്ങി വിട്ടപ്പെട്ട ആദർശിന്റെയും നയനയുടെയും വാടക വീട്ടിൽ വലിയൊരു സന്തോഷങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അനി അവർക്ക് ജീവനായിരുന്നു. പെട്ടെന്നാണ് നയനയുടെ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ മുത്തശ്ശന്റെ പേര് കണ്ടപ്പോൾ അവൾ സംശയത്തോടെ ഫോൺ എടുത്തു. മോളെ നയന, അനിയുടെ നിശ്ചയമാണ് അടുത്ത ആഴ്ച. നീ നിർബന്ധമായും വരണം. മുത്തശ്ശന്റെ ശബ്ദത്തിൽ ഗാംഭീര്യമുണ്ടായിരുന്നു. നയനക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നി. മുത്തശ്ശ, ആദർശേട്ടൻ എന്താ മുത്തശ്ശൻ വിളിക്കാത്തത്? ആദർശേട്ടനില്ലാതെ ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത്? അല്ല മോളെ, മോൾക്കറിയാമോ ഞാൻ എന്തിനാ ആദർശിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന്? അവനെ ഞാൻ ക്ഷണിക്കില്ല. പക്ഷേ നീ ഇവിടെ ഉണ്ടായിരിക്കണം. മുത്തശ്ശൻ ഫോണ് കട്ട് ചെയ്തു. നയന വിഷമത്തോടെ ആദർശിനെ നോക്കി. ആദർശേട്ട, മുത്തശ്ശൻ എന്നോട് വരാൻ പറഞ്ഞു. പക്ഷേ ആദർശേട്ടനോട് ചെല്ലണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യും? ആദർശ് പതിയെ അവളെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. നീ പോണ നയന. പക്ഷേ ആദർശേട്ടനില്ലാതെ അതൊന്നും സാരമില്ല. ആദർശ് അവളുടെ കൈകളിൽ പിടിച്ചു. അനി, അവൻ എന്റെ സ്വന്തം അനിയനല്ലേ. എനിക്കവിടെ വരാൻ കഴിയില്ല. കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയുന്നതിന് ശേഷമേ ഞാൻ അങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. പക്ഷേ നീ അവന് വേണ്ടി അവിടേക്ക് പോകണം. മുത്തശ്ശൻ എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത് തൽക്കാലത്തേക്കാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ പോയേ തീരൂ. ആദർശിന്റെ ആ ഒരു വലിയ മനസ്സിന് മുന്നിൽ നയനയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അനന്തപുരി വീട് ഒരു കല്യാണ മണ്ഡപം പോലെ അണിഞ്ഞൊരുങ്ങിയിരുന്നു. പൂക്കളും ലൈറ്റുകളും കൊണ്ട് ആ വീട് സ്വർഗം പോലെ തോന്നിപ്പിച്ചു. ജാനകിയും ജലജയൊക്കെ പട്ടുസാരിയൊക്കെ ഉടുത്ത് സർവാഭരണ ഭൂഷിതയായി അതിഥികളെ ഇങ്ങനെ സ്വീകരിക്കാൻ തിരക്കിട്ട് നടക്കുന്നുണ്ട്. അവന്തിക അതിമനോഹരമായ വിലപിടിപ്പുള്ള പട്ടുസാരിയും ആഭരണങ്ങളൊക്കെ ധരിച്ച് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അവളുടെ ചുണ്ടിൽ വിജയത്തിന്റെ പുഞ്ചിരി ഉണ്ടായിരുന്നു. ആരും ശ്രദ്ധിക്കാത്ത സമയം നോക്കി അവൾ പതിയെ ടെറസിലേക്ക് മാറി നിന്ന് ഫോൺ എടുത്ത് നാഗേന്ദ്രനെ വിളിച്ചു. അച്ഛ, അവന്തികയുടെ ശബ്ദത്തിൽ മധുരമുണ്ടായിരുന്നു. ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നിശ്ചയത്തിന്റെ സമയമായി. അതേസമയം ടെറസിൽ മറുവശത്തുകൂടി വരികയായിരുന്ന മുത്തശ്ശന്റെ ഈ ഒരു ശബ്ദം പെട്ടെന്നാണ് കേട്ടത്. അവന്തിക ആരോടാണ് ഇത്ര രഹസ്യമായി സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടി അദ്ദേഹം പതുങ്ങി നിന്ന് ചെവിയോർത്തു. അച്ഛ, ഈ അനന്തമൂർത്തിയെ നമ്മൾ ശരിക്കും അങ്ങ് വിഡ്ഢികളാക്കിയില്ലേ? അനി എന്റെ വലയിലായി കഴിഞ്ഞു. ഈ നിശ്ചയം കഴിയുന്നതോടുകൂടെ അനന്തപുരിയിലെ സ്വത്തുക്കൾ പകുതി എന്റെ പേരിലാവും. കല്യാണത്തിന് അച്ഛനായിരിക്കും ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത്. ആ അനന്തമൂർത്തിയെ അവിടെ അടുപ്പിക്കാൻ പോലും പാടില്ല. മുത്തശ്ശന്റെ തലച്ചോറിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോകുന്നത് പോലെ തോന്നി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ വികസിച്ചു. ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി. അവന്തിക, താൻ സ്വന്തം കൊച്ചുമോളെ പോലെ സ്നേഹിച്ച അനിയുടെ ജീവിതം ഭദ്രമാക്കാൻ കണ്ടെത്തിയ പെൺകുട്ടി, അവൾ നാഗേന്ദ്രന്റെ മകളായിരുന്നോ? ഈ അനന്തപുരി തകർക്കാൻ വേണ്ടി നാഗേന്ദ്രൻ വിട്ട ചാര വനിത. മുത്തശ്ശന്റെ കൈകൾ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഒരു നാടകമായിരുന്നോ? അഭിയും അവന്തികയും നാഗേന്ദ്രനും ഒത്തൊക്കെ ചേർന്ന് തന്നെ കരുവാക്കുകയായിരുന്നോ? വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള തന്റെ കണ്ണുകളിൽ പൊടിയിടാൻ വേണ്ടി ഈ ചെറിയ പെൺകുട്ടിക്ക് കഴിഞ്ഞല്ലോ എന്നോർത്തപ്പോൾ അദ്ദേഹത്തിന് സ്വയം പുച്ഛം തോന്നി. പക്ഷേ എല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ ഒരു നാടകത്തിന് അദ്ദേഹം ഒന്നും തയ്യാറല്ലായിരുന്നു. വലിയൊരു തീരുമാനത്തോടെ അനന്തമൂർത്തി നേരെ താഴേക്ക് നടന്നു ചെന്നു. താഴെ ഹാളിൽ എല്ലാവരും കാത്തു നിൽക്കാണ്. അനി ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനെ പോലെ നിർവികാരമായി നിൽക്കുന്നുണ്ട്. അവന്റെ കണ്ണുകളിൽ ശൂന്യത മാത്രമായിരുന്നു. നയന അവിടെ ഒരു വശത്ത് വിഷമത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. ജാനകിയും കൂട്ടരും അവന്തികയെ കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രം. ചടങ്ങുകൾ തുടങ്ങാൻ സമയമായി. പൂജാരി മന്ത്രങ്ങൾ ഉരുവിട്ടു. പെട്ടെന്ന് മുകളിൽ നിന്നും മുഴക്കമുള്ള ഒരു ശബ്ദം കേട്ടു. നിക്ക്! എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. അനന്തമൂർത്തി, അനന്തപുരിയുടെ കാരണവർ, കണ്ണുകൾ തീ പാറുന്ന കോപത്തോടെ ഗോവണിപ്പടിങ്ങനെ ഇറങ്ങി വരികയാണ്. അദ്ദേഹത്തിന്റെ ഓരോ ചുവടിലും ആ വീട് കുലുങ്ങുന്നത് പോലെ തോന്നി. എല്ലാവരും പകച്ചു നിന്നു. അനി സംശയത്തോടെ മുത്തശ്ശനെ നോക്കി. നേരെ അവന്തികയുടെ മുന്നിൽ വന്ന് മുത്തശ്ശൻ അവളെ രൂക്ഷമായിട്ട് നോക്കി ചോദിച്ചു. അവന്തികയെ, അനിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവന്തിക ഒന്ന് പതറിയെങ്കിലും ഭാവവ്യത്യാസം വരുത്താതെ അവൾ പറഞ്ഞു. ഉണ്ടല്ലോ മുത്തശ്ശ, അതെന്താ അങ്ങനൊരു ചോദ്യം? അല്ല, മുത്തശ്ശന്റെ ശബ്ദം പരിഹാസത്താൽ നിറഞ്ഞു നിന്നു. നീ അനിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ വീട്ടിലെ സ്വത്തുക്കൾ കണ്ടിട്ടല്ലേ? അനന്തപുരിയിലെ കൊച്ചുമോനായതുകൊണ്ടും മൂർത്തീശ്വരരുടെ MD ആയതുകൊണ്ടല്ലേ? അവന്തികയുടെ മുഖം വിളറി വെളുത്തു. അയ്യോ അല്ല മുത്തശ്ശ, ഞാൻ
അല്ല, നീ എന്നോടാണോടി ഈ നുണ പറയുന്നത്? മുത്തശ്ശൻ പൊട്ടിത്തെറിച്ചു. ആ ശബ്ദം ആ ഹാളിലങ്ങ് മുഴങ്ങി. നിന്റെ അച്ഛൻ ആ നാഗേന്ദ്രനായിട്ട് നിനക്ക് നല്ല ബന്ധമുണ്ടല്ലേടി? ആ ചോദ്യം കേട്ടപ്പോൾ അവന്തികയുടെ തലയിൽ ഇടുത്തി വീണതുപോലെയായി. അവൾ ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയി. ചുറ്റും നിന്നവരെല്ലാം നിശബ്ദരായി. ജാനകിയും ജലജയും പരസ്പരം നോക്കി. അനി ഞെട്ടലോടെ അവന്തികയെ നോക്കുകയാണ്. മുത്തശ്ശ, ഞാൻ അവന്തിക വാക്കുകൾ കിട്ടാതെ പതറി. മിണ്ടരുത് നീയെ. മുത്തശ്ശൻ കൈ ഉയർത്തി. അനന്തപുരിയെ നശിപ്പിക്കാൻ നിന്റെ അപ്പൻ നാഗേന്ദ്രൻ നിന്നെ ഇങ്ങോട്ടേക്ക് കയറ്റിവിട്ടപ്പോൾ നീ കരുതി ഞാൻ ഇതൊന്നും അറിയില്ല എന്നല്ലേ? നിന്റെ ഫോൺ സംഭാഷണം മുഴുവൻ ഞാൻ കേട്ടുവടി. ഈ അനന്തമൂർത്തിയെ വിഡ്ഢിയാക്കാമെന്ന് നീയും നിന്റെ തന്തയും കൂടി കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇവളെ ഇറക്കി വിടടാ പുറത്തേക്ക്. ഈ വിവാഹ നിശ്ചയം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു. അനന്തപുരിയിലെ ആ വലിയ ഹാളിൽ പിരിമുറുക്കം അതിന്റെ കൊടുമുടിയിലെത്തി. എല്ലാവരുടെയും മുഖത്ത് അമ്പരപ്പും അവിശ്വാസവും തളം കെട്ടി. അനി വലിയൊരു ആശ്വാസത്തോടെ എന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകപ്പോടെ നിന്നു. അങ്ങനെ വമ്പനൊരു ട്വിസ്റ്റിലൂടെ അനന്തപുരിയുടെ ചരിത്രം വീണ്ടും തിരുത്തി കുറിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശൻ അവിടെ തലയുയർത്തി നിന്നു. ഒരു വലിയ കൊടുങ്കാറ്റ് ശമിച്ചതുപോലെ. എന്നാൽ അടുത്ത യുദ്ധത്തിലുള്ള കാഹളം മുഴങ്ങുന്നതുപോലെ തന്നെ മണ്ഡപത്തിൽ നിന്നും അവന്തിക അപമാനത്താൽ തല കുനിച്ച് നടക്കുമ്പോൾ അനിയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുടെ തിരുനാളം വീണ്ടും തെളിയുന്നുണ്ടായിരുന്നു. നന്ദു, അവൾ മാത്രമാണ് സത്യം. അങ്ങനെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.